മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊതുജനങ്ങൾ നൽകുന്ന നിവേദനങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ പേരിന് മുന്നിൽ ബഹു എന്ന് ചേർക്കണമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ സർക്കുലർ ഇറങ്ങി. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പിൻ്റേതാണ് ഈ ഉത്തരവ്. കൂടാതെ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന മറുപടിയിലും ബഹു ചേർക്കണം. രാജ്യത്തെ കോടതികൾ പോലും കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ വിശേഷണങ്ങൾ ഒന്നൊന്നായി ഒഴിവാക്കി വരവെയാണ് ഇത്തരമൊരു നിർദ്ദേശം എന്നതാണ് വിരോധാഭാസം. എന്നാൽ ഈ കൊളോണിയൽ സംവിധാനം ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ പ്രമുഖർക്കും ഈ സംവിധാനം ഒരു ഫ്യൂഡൽ സംവിധാനത്തിൽ നിലനിർത്തണമെന്ന ആഗ്രഹമാണുള്ളത്. ഈ അഭിപ്രായത്തിന് ബലം നൽകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഞാൻ മുഹമ്മദ് ഊട്ടി. നിലപാടിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പോലീസ് രാജെന്നോ കാക്കിക്കുള്ളിലെ ഗുണ്ടാ വിളയാട്ടമെന്നോ ഒക്കെ പേരിട്ട് നാം വിളിക്കുന്ന പോലീസിൻ്റെ മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളുടെ ആദ്യത്തെ ഇരയല്ല സുജിത്ത്. ഇപ്പോഴുള്ളതുപോലെ മിണ്ടാട്ടമില്ല സമീപനമാണ് ആഭ്യന്തര വകുപ്പിനെങ്കിൽ ഇത് അവസാനത്തേതാകില്ലെന്ന് തീർച്ചയാണ്. യുവതലമുറയിൽപ്പെട്ട പൊതുപ്രവർത്തകനെ ഈ നിലയിൽ തല്ലിച്ചതച്ചതിൻ്റെ തെളിവിനുമേൽ 2 വർഷമാണ് ആഭ്യന്തര വകുപ്പ് അടയിരുന്നത്. സുജിത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും 2 വർഷത്തെ തുടർച്ചയായ പോരാട്ടം കൊണ്ട് മാത്രമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CCTVയിൽ തെളിഞ്ഞ മനുഷ്യത്വ വിരുദ്ധമായ പോലീസ് നരവേട്ടയുടെ ദൃശ്യങ്ങൾ കേരളം കണ്ടത്. ഈ സുജിത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ സുജിത്ത് ബലപ്രയോഗത്തിലൂടെ മോചിപ്പിച്ചതിൻ്റെ വൈരാഗ്യത്തിലാണ് പോലീസ് ഇയാളെ കൈകാര്യം ചെയ്തതെന്ന വാദം ഉയർത്തുന്നവരുമുണ്ട്. എന്നാൽ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ 1 ഡസനിലധികം പരാതികളാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ഉയർന്നു വന്നു എന്നത് വലിയ ഗൗരവമുയർത്തുന്ന കാര്യമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മുൻപും മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ടെന്നും പണം നൽകി അവയെല്ലാം ഒത്തുതീർപ്പാക്കിയെന്നതാണെന്ന സുജിത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തന്നെയും ലക്ഷങ്ങൾ തന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് സുജിത്ത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ചെറുതും വലുതുമായ പോലീസ് മർദ്ദനങ്ങൾ കേരളത്തിൽ ലോക്കപ്പുകളിൽ നടക്കുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ലോക്കപ്പ് മർദ്ദനങ്ങൾക്ക് പുറമെ ആളുമാറി മർദ്ദിച്ച സാഹചര്യം പോലും പലപ്പോഴായി വാർത്തകളിൽ നിറഞ്ഞതാണ്. ഇതിലും ഭീകരമാണ് പോലീസ് ലോക്കപ്പുകളിലെ കൊലപാതകങ്ങൾ. 2023 പോലീസ് കസ്റ്റഡിയിൽ മരിച്ച മലപ്പുറം തിരൂർ സ്വദേശി താമിർ ജിഫ്രി അടക്കം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം നടന്നത് 17ഓളം കസ്റ്റഡി മരണങ്ങളാണ്. ഇതിൽ പലരെയും കള്ളക്കേസിൽ കുടുക്കിയതാണെന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം. സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിൽ തെളിഞ്ഞതാകട്ടെ പോലീസ് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായ മർദ്ദക സംഘമാണെന്നതാണ്. ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ തെളിവുകൾ പുറത്തുവരാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് കാണിച്ച ജാഗ്രത ആരെ സംരക്ഷിക്കാനായിരുന്നു എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. പോലീസ് ജീപ്പിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത് മുതൽ അടികൊണ്ട് അവശനാകുന്ന സുജിത്തിനെയാണ് CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മുണ്ടുകൾ അഴിഞ്ഞ് അർദ്ധവസ്ത്രധാരിയായ ആ യുവാവിനെ സ്റ്റേഷനകത്ത് കയറ്റിയതിന് ശേഷം പോലീസുകാർ നടത്തിയത് ക്രൂരമായ ആൾക്കൂട്ട മർദ്ദനമാണ്. CCTVയിൽ കണ്ടതിനപ്പുറമുള്ള മർദ്ദനങ്ങൾ താൻ നേരിട്ടെന്ന് ആ യുവാവ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ കൂട്ടം കൂടി തല്ലിച്ചതച്ചതിന് പിന്നാലെ ഇടത് ചെവിക്ക് കേൾവി പ്രശ്നം നേരിട്ടെന്നും സുജിത്ത് കേരളത്തോടും ഇവിടുത്തെ സിസ്റ്റത്തോടും തെളിവുകളോടെ വിളിച്ചു പറഞ്ഞിട്ട് ഒരാഴ്ചയാകുന്നു. ഈ നിമിഷം വരെ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവം അറിഞ്ഞതായി നടിച്ചിട്ടില്ല. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 11 കസ്റ്റഡി മരണവും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 6 കസ്റ്റഡി മരണവുമാണ് ഉണ്ടായത്. മലപ്പുറം മണ്ടൂരിൽ അബ്ദുൽ ലത്തീഫ്, തലശ്ശേരിയിൽ കാളിമുത്തു, നൂർനാട് സ്റ്റേഷനിൽ റജു, വരാപ്പുഴയിൽ ശ്രീജിത്ത്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ സ്വാമിനാഥൻ,
മണർക്കാട് നവാസ് അടക്കം ഉൾപ്പെടുന്ന ആ 17 പേരുടെ ലിസ്റ്റ് കേരളത്തിലെ പോലീസ് സേനയുടെ യഥാർത്ഥ മുഖമാണ് അനാവൃതമാക്കുന്നത്. ഈ സമയത്താണ് SFI നേതാവിനെ CI ആയിരിക്കും മർദ്ദിച്ച മധു ബാബുവിനെതിരെ SP-യുടെ റിപ്പോർട്ടുണ്ടായിട്ടും നടപടി ഉണ്ടായില്ല എന്ന രേഖകൾ പുറത്തു വന്നത്. ഈ റിപ്പോർട്ടും അവഗണിച്ച പ്രൊമോഷൻ നേടി പത്തനംതിട്ട SFI മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഭവത്തിൽ കോന്നി CI ആയിരുന്ന മധു ബാബുവിനെതിരെ നൽകിയ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 2016 ജില്ലാ SP ആയിരുന്ന ഹരിശങ്കറാണ് റിപ്പോർട്ട് നൽകിയത്. സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്നുവെന്നായിരുന്നു റിപ്പോർട്ട്. കൂടാതെ ക്രമസമാധാന ചുമതലയിൽ വെക്കരുതെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ 9 വർഷം കഴിഞ്ഞ പിണറായി സർക്കാർ ഈ റിപ്പോർട്ടിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SP-യുടെ റിപ്പോർട്ട് ഉണ്ടായിരിക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയ മധുബാബുവിന് സർക്കാർ പ്രൊമോഷൻ നൽകി. ഒട്ടേറെ ക്രിമിനൽ സംഭവങ്ങളിൽ ആരോപണ വിധേയനായ മധുബാബു ഇപ്പോൾ ആലപ്പുഴ DYSP ആണ്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററാണ്. ഈ സ്വാധീനമാണ് നടപടി ഒഴിവാക്കാനുള്ള കാരണമെന്നും ആരോപണമുണ്ട്. മറ്റൊരു കസ്റ്റഡി മർദ്ദനമെന്ന കേസിൽ ചേർത്തല കോടതി കഴിഞ്ഞ വർഷം ഇയാൾക്ക് 1 മാസം തടവ് വിധിച്ചിരുന്നു. സംസ്ഥാനത്ത് വിവിധ കസ്റ്റഡി മരണങ്ങളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂര മർദ്ദനം നടന്നെന്ന് വ്യക്തമാണ്. ഈ കേസുകളിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ സ്ഥലം മാറ്റവും സസ്പെൻഷനും പോലുള്ള താരതമ്യേന ലഘുവായ ശിക്ഷാ നടപടികളാണ് കൈക്കൊള്ളാറുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഇരുട്ടുമുറികളും ഉരുട്ടലുമുണ്ടെന്നാണ് മർദ്ദനത്തിനിരയായവർ പറയുന്നത്. ഈ ഇരുട്ടുമുറികളിൽ പോലീസിന് ചൂരൽ കൊണ്ടും ലാത്തി കൊണ്ടും വിളയാടാൻ അനുവദിക്കുന്നത് ആരാണ്? പോലീസിൻ്റെ മനോവീര്യം കെടുത്തരുതെന്ന് പറയുന്ന പോലീസ് മന്ത്രി കൂടിയ മുഖ്യമന്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ തടവുകാരനായി പോലീസിൻ്റെ 4ാം മുറയ്ക്ക് വിധേയനായ വ്യക്തിയാണെന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ആദ്യം പരാമർശിച്ച ബഹുമാനം എന്നത് അപേക്ഷകളിൽ നിർബന്ധപൂർവം ബഹു എന്നെഴുതിപ്പിച്ച് ചോദിച്ച് വാങ്ങേണ്ടതല്ല എന്ന തിരിച്ചറിവ് പീഠം അലങ്കരിക്കുന്നവർക്ക് ഉണ്ടായാൽ നന്ന്. അടിയന്തരാവസ്ഥ കാലത്ത് ലോക്കപ്പിൽ മർദ്ദനമേറ്റ രാഷ്ട്രീയ തടവുകാരനായിരുന്ന വ്യക്തിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അതിനാൽ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് ജയറാം പടിക്കലിൻ്റെ കാലത്തെ പോലീസ് സേനയേക്കാൾ പ്രാകൃതരും മനുഷ്യത്വ വിരുദ്ധരും ആകരുത് എന്ന് പറയാൻ ഇടതുപക്ഷത്തിന് വലിയ ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ ഈ കേരളത്തിലെ തെരുവുകൾ നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക മോഡലുകളിലേക്ക് മാറുന്ന കാലം വിദൂരമല്ല.